we have two panelists here as well. So I'm going to go over their resume, basically. So first is Dr. Elizabeth Simon, internal medicine physician for 23 years, has excellent clinical background and currently caring for homebound elderly adults. So that means she is the best fit for this panel. Next is Dr. Jairaj Alapat. He's one of our own who was from Chicago, but he has a PhD in chemistry. He's a chief science officer of Certified Group, one of the largest food and beverage analysis company focused on food quality, safety, and sustainability. Jay is very much focused and passionate about sustainability and proactive activities to promote health and wellness, and you will know what he is expert in. So he has a very good background, and he's going to go over that. So next I would like to welcome His Beatitude Major Archbishop Mar Raphael Tuttle to give us a keynote reflection. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് തോന്നുന്നു ചിക്കാഗോയിൽ നടക്കുന്ന ഈ ജൂബിലി കോൺഫറൻസിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള കോൺഫറൻസ് ഈ ഹാളിൽ നടക്കുന്നതാണ്. ഞാൻ എല്ലാ ഹാളുകളിലും ഒന്ന് ഗ്രീറ്റ് ചെയ്യാൻ പോയിരുന്നു. പക്ഷേ ഇവിടെയാണ് ഞാൻ കീനോട്ട് അഡ്രസ്സ് നൽകാൻ പിതാവ് ആവശ്യപ്പെട്ടത്. ഞാൻ പിതാവിനോട് ചോദിച്ചു, പിതാവെ എന്താണ് ഇവർക്ക് ഇത്ര വലിയ പ്രത്യേകത? മേജർ ആർച്ച് ബിഷപ്പ് തന്നെ നേരിട്ട് ഇവരോട് സംസാരിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിതാവ് ജോയ് പിതാവും ജേക്കബ് പിതാവ് എന്നോട് പറഞ്ഞു, ഇപ്പം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഞങ്ങളുടെ രൂപതയിലെ പാർട്ടാണ് ഞങ്ങളുടെ സീനിയേഴ്സ്. അവർ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവും ഇവിടെയില്ല. അതുകൊണ്ട് അവരോട് പിതാവ് തന്നെ നേരിട്ട് സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ ബൈബിളിൽ ഒന്ന് തപ്പി നോക്കി. ഈ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ബൈബിള് പറയുന്ന കാര്യങ്ങൾ ഞാൻ 6 കൊട്ടേഷൻസ് ആദ്യം പറയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: Abraham started his mission at a good old age because he was full of grace and wisdom. ഇത്ര മനോഹരമായിട്ടുള്ളൊരു കൊട്ടേഷനാണ്. എബ്രഹാം സ്റ്റാർട്ടഡ് ഹിസ് മിനിസ്ട്രി in a rather old age and he was full of wisdom and grace. രണ്ടാമതൊരു കൊട്ടേഷൻ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ ലെവിറ്റിക്കസ് chapter 19 verse 32. മനോഹരമായിട്ടുള്ളൊരു ഉപദേശമാണത്. സ്റ്റാൻഡ് അപ്പ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഏജ്ഡ്, show respect to them because they are beloved to the Lord. എത്ര മനോഹരമാണത്. സ്റ്റാൻഡ് അപ്പ് ബിഫോർ ദ elders because they carry the tabernacle of wisdom. മൂന്നാമത് ഞാൻ കണ്ടു ജോബിൻ്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ഒരു വചനം എന്നെ വളരെ ആകർഷിച്ചൊരു വചനമാണ്. Real wisdom is found only in the aged. അത് അക്കാഡമിക് ക്വാളിറ്റീസ് അല്ല, അക്കാഡമിക് ഡിഗ്രീസ് അല്ല. യുവർ ലൈഫ് ലോങ് ബാറ്റിൽ ഹാസ് മെയ്ഡ് യു റിച്ച് വിത്ത് ഡിസേൺമെൻറ്റ്. പിള്ളേർക്കൊക്കെ വഴിതെറ്റി പോകുന്നത് അവർക്ക് അനുഭവങ്ങളില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് ചതിക്കുഴിയിൽ വീഴാൻ ഒരു സാധ്യതയില്ലാത്ത ആരോഗ്യമില്ലാത്തതുകൊണ്ടല്ല. നിങ്ങളെപ്പോലെ വിവേകവും ബുദ്ധിയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ യുവാക്കൾക്ക് ഇല്ല. പ്രോവർബിൻ്റെ പുസ്തകത്തിലെ നിങ്ങൾക്കറിയാം,
23-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വചനം എന്നെ അത്ഭുതപ്പെടുത്തി. ലിസൺ ടു ദ ഫാദേഴ്സ് who gave you life, and not despise your mother when she is old, because the grace of the Lord comes through her father and mother. തമ്പുരാന്റെ അനുഗ്രഹം ഇറങ്ങി വരുന്ന കോവണിയാണ് മാതാപിതാക്കൾ, അപ്പനും അമ്മയും. ഞാൻ ചിലപ്പോഴൊക്കെ മാതാപിതാക്കളോട് പരുഷമായിട്ട് പെരുമാറുന്ന മക്കളോട് പറയാറുണ്ട്, മോനെ വിവരക്കേട് കാണിക്കല്ലേ. ശരിയാണ്, അവർക്ക് ചിലപ്പോൾ അവരുടേതായിട്ടുള്ള ചില പ്രത്യേകതകളൊക്കെ കാണുമായിരിക്കാം. ഡോണ്ട് ഷോ ഫൂളിഷ്നെസ് ബിക്കോസ് ദേ ആർ ഗോഡ്സ് എൻസൈക്ലോപീഡിയ. ബൈബിളിലല്ല നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത്. ബൈബിളിലെ കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഭാരതീയ ദർശനം അനുസരിച്ച് പറഞ്ഞു, മാതാ പിതാ ഗുരു. എത്ര മനോഹരമാണത്! മാതാവും പിതാവും ഗുരുവുമാണ്. ആ 3 ലാഡറുകളാണ് ദൈവം ഇറങ്ങി വരുന്ന വഴികൾ. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 90-ാമത്തെ സങ്കീർത്തനം 12-ാമത്തെ വചനം, ടീച്ച് ടു റെസ്പെക്ട് യുവർ എൽഡേഴ്സ് because they will guide you to the truth and to the salvation. Respect the father, respect the mother, respect the teachers, respect the seniors, because they will show the true way to salvation. ഞാൻ അവസാനമായിട്ട് ഒരെണ്ണം കൂടെ പറയാം, അതോടെ ഞാൻ എൻ്റെ കുറച്ച് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പറയാം. ഐസയ ചാപ്റ്റർ 46 നമ്പർ 4 മനോഹരമായിട്ട് എനിക്ക് തോന്നി. ഈവൺ ഇൻ യുവർ ഓൾഡ് ഏജ് ആൻഡ് ഇൻ യുവർ ഗ്രേ ഹെയർസ് I am he who sustains you and I will rescue you. എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോഴും യുവാക്കളായിരുന്നപ്പോഴും നിങ്ങളെ സ്നേഹിച്ച ദൈവം നിങ്ങളെ ഏറ്റവും കൂടുതൽ കരുതുന്നതും സംരക്ഷിക്കുന്നതും നിങ്ങളുടെ ഓൾഡ് ഏജിലാണ്. നിങ്ങളുടെ ഓൾഡ് ഏജിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ തമ്പുരാൻ കരുതുന്നത്. തമ്പുരാൻ നിങ്ങളിലൂടെയാണ് ഈ ലോകത്തിന് വഴി കാണിച്ചു കൊടുക്കുന്നത്. തോമസ് ലിയാഡ് കർത്താവ് പറഞ്ഞില്ലേ, ഞാനാകുന്നു വഴിയും സത്യവും. അത് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ കോണ്ടെക്സ്റ്റിലെ റീഇൻറ്റർപ്രറ്റ് ചെയ്താലേ നിങ്ങൾ സീനിയേഴ്സാണ്, വഴിയും സത്യവും ജീവനും നിങ്ങൾ മാർഗവും നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. ഞാനെപ്പോഴും ഐ ഫീൽ വെരി പ്രൗഡ് അബൌട്ട് മീ ബിക്കോസ് ഐ ആം ദ 10th ഇൻ മൈ ഫാമിലി. നമ്മളൊക്കെ ചിരിക്കുമായിരിക്കാം. I am the 10th in the family. And my mother loved me the best. ഞാൻ ചിലപ്പോൾ അമ്മോട് ചോദിച്ചിട്ടുണ്ട്, അമ്മേ ഞാൻ അച്ഛനായതുകൊണ്ടാണോ? അമ്മ പറയാണ്ട്, അല്ലടാ നീ എൻ്റെ 10ാമത്തെ ആയതുകൊണ്ടാണ്. ഈ 10ന് ഒരു വലിയ പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? എത്ര സീറോയും കൂട്ടിച്ചേർക്കാവുന്നൊരു സംഖ്യയാണ് 10. അങ്ങനെയാണ് പാവപ്പെട്ട തട്ടിലച്ചൻ മേജർ ആർച്ച് ബിഷപ്പായത്. കർത്താവ് 0 കൂട്ടിച്ചേർത്തതാ. സോ ഐ വുഡ് കൺക്ലൂഡ് വിത്ത് 5 റിമാർക്സ്, പോസിബിലിറ്റീസ്. ഒന്ന്, നിങ്ങൾ ഒരിക്കലും ക്ഷീണിതരാണെന്ന് കരുതരുത്. ഞങ്ങളെ ഫുട്ബോള് പഠിപ്പിച്ചു TV ആന്റണി മാസ്റ്റർ. സെൻറ്റ് തോമസിൽ പഠിച്ചവർക്കറിയാം, മിശക്കൊമ്പൻ TV ആന്റണി മാസ്റ്റർ. ഞെട്ടും ഞങ്ങൾ. എനിക്ക് ഫുട്ബോളിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു.
മാഷ് എപ്പോഴും പറയാറുണ്ട്, എടാ പിള്ളേരെ, നിങ്ങൾ ക്ഷീണിച്ചു എന്ന് തോന്നിയാൽ നിങ്ങൾ തോൽക്കുന്ന ഉറപ്പാണ്. ഡോണ്ട് ഫീൽ ദാറ്റ് യു ആർ ടയേർഡ്. ഇഫ് യു ആർ ടയേർഡ് യു വിൽ ലൂസ് ദ ഗെയിം. എനിക്ക് നിങ്ങളോടൊക്കെ അതാ പറയാനുള്ളത്. നിങ്ങൾ വെറുതെ കാലുമ വേദന, കയ്യുമ വേദന, ചെവി കേൾക്കണില്ല, കണ്ണ് കാണുന്നില്ല, വെറുതെ പറയാ. അതൊരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഒരു കണ്ണിനും കുഴപ്പമില്ല, ഒരു ചെവിക്കും കുഴപ്പമില്ല. നിങ്ങൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എത്ര ഉറക്കെ പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ല. എനിക്കിപ്പോൾ 70 വയസ്സായി. എനിക്ക് ഏറ്റവും കൂടുതൽ ഉപദേശം കിട്ടുന്ന ഒരാൾ ഞാനാണ്. നിങ്ങൾ വിചാരിക്കും മേജർ ആർച്ച് ബിഷപ്പാണ് എല്ലാവരും ഉപദേശിക്കണേന്ന്. പക്ഷെ എനിക്കാണ് ഏറ്റവും കൂടുതൽ ഉപദേശം കിട്ടുന്നത്. പക്ഷെ എനിക്കൊരു പ്രത്യേകതയുണ്ട്. എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞ ഒരു ഉപദേശവും എനിക്ക് കേട്ടാൽ മനസ്സിലാവണില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിക്കണ്ട. നിങ്ങൾ എന്നെ കുറ്റം പറയാനാണ് വിളിക്കുന്നതെങ്കിൽ എനിക്ക് എന്താണാവോ കർത്താവ് എൻ്റെ ചെവി പടച്ചു കളയും. നിങ്ങൾ എന്തെങ്കിലും നല്ലത് പറയുന്നു, അവനെ പോലെ ഇത്ര നല്ലൊരാളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എൻ്റെ 2 ചെവിക്കും ഭയങ്കര കൂർമ്മതയാണ്. നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ നിങ്ങളോട് പറയാറില്ലേ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അമ്മ എന്താ കേൾക്കാത്ത, അപ്പൻ എന്താ കേൾക്കാത്ത? അപ്പം കേൾക്കാഞ്ഞിട്ടല്ല, അപ്പം കേട്ടിട്ടും അത് ഉൾക്കൊള്ളാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ വാർദ്ധക്യം നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. എൻ്റെ അമ്മ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളൊരു മാതൃകയുണ്ട്. എൻ്റെ അമ്മ കാലത്ത് 6 മണിയുടെ കുർബാനയ്ക്ക് പോകും. പിന്നെ ഉച്ചയ്ക്ക് ഒരു 10:30-11 ആകുമ്പോൾ വരുള്ളൂ. ഞങ്ങളുടെ പള്ളി ആരാധനപ്പള്ളിയും കൂടിയാണ്, പുത്തൻപള്ളിയാണ്, ആരാധനപ്പള്ളിയാണ്. അപ്പം ഞാൻ അമ്മയോട് ചോദിക്കാം, അമ്മേ എന്തിന് ഇത്ര അധികം നേരം അവിടെ ചിലവഴിക്കണേ? എടാ മോനെ, എനിക്ക് കുറേ കുറ്റങ്ങൾ പറയാൻ ആഗ്രഹമുണ്ട്. അതിവിടെ വന്ന വീട്ടിലെ മക്കളെ കുറിച്ചൊക്കെ പറയേണ്ടി വരും. അവിടെ ആകുമ്പോൾ തമ്പുരാനോട് പറഞ്ഞാൽ തമ്പുരാന് അതിനൊരു പരാതിയില്ല. സോ ഐ ടേക്ക് ദാറ്റ് suggestion. You have to spend more time to listen the Lord. നിങ്ങൾക്ക് കുറേയേറെ സമയമുണ്ട്. നിങ്ങൾ മിക്കവാറും ഡ്രൈവ് ചെയ്യുന്നവരൊക്കെയാണ്. നിങ്ങൾ ഡ്രൈവ് ചെയ്യണം, പള്ളിയിൽ പോകണം, രോഗികളെ കാണണം. ഞങ്ങൾക്കൊരു അച്ഛന്മാരുടെ ഒരു പ്രീസ്റ്റ് ഹോമുണ്ട്. ഞാൻ എല്ലാ അച്ഛന്മാരോടും പറയുന്നൊരു കാര്യമുണ്ട്, 1000-ൽ കൂടുതൽ രോഗികൾ കിടക്കുന്ന ഒരു ആസ്പത്രിയാണ്. ഇവിടെയുള്ള ചാപ്ലിൻസ് എത്ര ഓടിയാലും എത്തില്ല. നിങ്ങൾ 25 ആൾ കൂടെ ഓരോ വാർഡ് എടുത്താലേ എല്ലാ ദിവസവും എല്ലാ മുറിയിലും നിങ്ങൾക്ക് കയറാം. ആൻഡ് മോസ്റ്റ് ഓഫ് ദ സീനിയർ ഫാദേഴ്സ് ഹു ആർ ഏബിൾ ടു വാക്ക് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അവരൊന്നും ചെയ്യാറില്ല. അവർ മുറിയിൽ ചെന്നിട്ട് പറയും, എവിടെന്നാ പൊന്നാനിന്ന്, എന്താ പറ്റിയ? യൂറിനറി പ്രോബ്ലമാണ്. ഏതാ ഡോക്ടർ? ഹാരിസാണ് ഡോക്ടർ. ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടാ. താങ്ക് യു. ഞാൻ രോഗികളോട് ചോദിക്കാറുണ്ട്, ഈ ആസ്പത്രിയിൽ വന്ന് കിടന്നപ്പോൾ നിങ്ങൾക്ക് വാട്ട് ഈസ് ദ മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി എലമെന്റ് ഓഫ് ദിസ് ഹോസ്പിറ്റൽ? അവർ പറയാറുണ്ട്, എല്ലാ ദിവസവും അച്ഛന്മാർ വന്നിട്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ഡോക്ടർമാരെ ആശ്വസിപ്പിക്കുന്നതല്ല അവർ പറയുന്നത്, അച്ഛന്മാർ വന്ന് ഞങ്ങളെ. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് യുവർ എൽഡർലി ഏജ് ഈസ് മെയ്ഡ് യു യൂസ്ലെസ്. നോ, മോസ്റ്റ് ഫ്രൂട്ട്ഫുൾ, മോസ്റ്റ് ഇഫക്റ്റീവ്. You can be the most effective people in the world. നിങ്ങൾക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുന്ന പോലെ ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് ചില സ്പിരിച്വൽ എൻഗേജ്മെൻറ്റ്സ് വേണം. ഞാനൊരു അമ്മച്ചിയൊക്കെ ഉണ്ട്, എന്നെ കാണാൻ വന്നതാണ്. ഞാൻ അമ്മച്ചി എന്നെ കാണാൻ വന്നു കഴിഞ്ഞിട്ട് പൊന്നാനിയിൽ നിന്നാണ് വരുന്ന അമ്മച്ചി. ഒരച്ഛൻ്റെ പെങ്ങളാണ്, അച്ഛൻ വഴിയാണ് എൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്തത്. ഒരു വലിയ ട്രങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചത്, എന്താ വലിയൊരു ട്രങ്കൊക്കെ ആയിട്ട് എന്നെ കാണാൻ വന്നിരിക്കുന്നത്? ഇപ്പം പറഞ്ഞു, ഞാൻ വെറുതെ ഇരിക്കുകയല്ലേ, ഞാൻ ടീച്ചറായിരുന്നു, ഞാൻ 55 വയസ്സിൽ റിട്ടയർ ചെയ്തു, ഇപ്പോൾ എനിക്ക് 65 വയസ്സായി. 10 കൊല്ലം കൊണ്ട് ഞാൻ എഴുതിക്കൂട്ടിയ ബൈബിളുകളാണിത് മുഴുവൻ. അപ്പോൾ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇല്ല ഫാദറെ, ഞാൻ ഈ ബൈബിളുകളെല്ലാം ഇരുന്ന് എഴുതുകയാണ്. And she considers that a fruitful engagement.
ഞാൻ പറയട്ടെ, നമ്മൾ മിഷണറിമാർ പോയിട്ട് ലോകം മുഴുവൻ കീഴ്മേൽ മറച്ചു എന്നൊക്കെ നമ്മൾ പറയും. ഈ അമ്മച്ചി അടുക്കള വിട്ടൊരു മിഷണറിയും പോയിട്ടില്ല. പക്ഷെ ഇതാ ഞാൻ ഏറ്റവും നല്ല സിറോ മലബാർ മിഷണറിക്ക് സമ്മാനം കൊടുക്കാൻ എന്നോട് മാർപ്പാപ്പ പറഞ്ഞാൽ ഈ അമ്മച്ചിയെ ഞാൻ കണ്ടെടുക്കും. റൈറ്റിംഗ് ദ ബൈബിൾ, റീഡിങ് ദ ബൈബിൾ. സോ വാട്ട് ഐ വുഡ് ലൈക്ക് ടു ഡു, മേക്ക് ഫ്രൂട്ട്ഫുൾ യുവർ ലൈഫ്. പത്രം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കുറ്റങ്ങളും ഇവിടുത്തെ കുറ്റങ്ങളൊക്കെ പറയാതെ പരസ്യങ്ങളൊക്കെ നോക്കുക. നിങ്ങൾ ഇങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്താൽ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് സ്പിരിച്വൽ ഡീപ്പനിങ്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു എ ലോട്ട് ഓഫ് സോഷ്യൽ കണക്ടിവിറ്റി. നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട് മക്കൾ വിളിക്കാറില്ലെന്ന്. എന്താ നിങ്ങൾക്കൊന്ന് മക്കളെ വിളിച്ചാൽ ഫോൺ എടുക്കില്ലേ? ഞാൻ അപ്പോൾ വീട് സന്ദർശനം ചെല്ലുമ്പോൾ പറയാറുണ്ട് മക്കളൊന്നും വിളിക്കാറില്ല. ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾ അങ്ങോട്ട് വിളിക്കാറുണ്ടോ? അല്ല, അവരിങ്ങോട്ട് വിളിച്ചിട്ട് വേണ്ടേ? ഈ മത്സരത്തിൽ രണ്ടു കൂട്ടരും തോൽക്കുള്ളൂ. ധൂർത്തപുത്രൻ്റെ അപ്പൻ അവൻ പോയ അന്ന് തുടങ്ങി അവനെ നോക്കി വാതിൽ തുറന്ന് കാത്തിരുന്നു. That is the care and concern. And you elderly people, I tell you that don't think about what you have to get from your children. No, you are the parents. You have to give them more love, more care, more concern. And I would like to tell you, please accept the reality as a horizon of your future. നിങ്ങളുടെ വാർദ്ധക്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ യാത്രയ്ക്ക് ഒരുങ്ങാനുള്ളൊരു സമയമാണ്. പ്രിപ്പയർ യുവർ സെൽഫ്. എൻ്റെ അമ്മ അവസാന കാലത്തൊക്കെ 3 കുർബാന 4 കുർബാനയൊക്കെ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അമ്മ എന്താ? അല്ല, അത് മിഷന് വേണ്ടി, അത് മിഷണറിമാർക്ക് വേണ്ടി, അത് അച്ഛന്മാർക്ക് വേണ്ടി. ഞാൻ അമ്മോട് ചോദിച്ച, അമ്മ സത്യമായിട്ട് പറഞ്ഞ, അല്ല മോനെ, ഇവിടെ വന്നിട്ട് ഞാൻ എന്താ ചെയ്യണം? ഈ ടെലിവിഷനിൽ അത് ഇതും കണ്ടിരിക്കല്ല, അവിടെ ആകുമ്പോൾ കുർബാന കണ്ടിരുന്നൂടെ? സോ വാട്ട് ഐ ടെൽ യു ദാറ്റ് യു ക്യാൻ മേക്ക് യൂസ് ഓഫ് യുവർ ടൈം ഫ്രൂട്ട്ഫുള്ളി, so attractively useful. I conclude that you are not old people, you are the future of the church. Thank you. God bless you. താങ്ക് യു പിതാവേ. ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിനെ നോക്കുമ്പം എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഷിക്കാഗോ രൂപതയിൽ ആർക്കും പ്രായമായിട്ടില്ല. ആരും സീനിയേഴ്സ് ആണെന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പിതാവെ ഒരു 30 വയസ്സ് തൊട്ടുള്ളവർ ഇവിടെ ഉണ്ട്. ഒരു 60 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഇവരിന്നിപ്പം മനസ്സിലാക്കി എന്നുള്ളതാണ് കാണുന്നത്. സോ വി ആർ മൂവിങ് ഓൺ ടു ദ moderator panel discussion. We would like to ask our panelists the questions. The first question goes to Dr. Elizabeth Simon. From a physician's perspective, if someone asked you, what are the most important things I can begin today to age well, where would you start? First of all, your beatitude, I want to thank you for being here, and it's a great honor to be on the same stage. Bina, thank you for your introduction and for inviting me to be on this panel. So I really enjoyed taking care of the elderly because I feel that as a whole, they're very sweet. They're very sweet to me. ഞാൻ റെസിഡൻസിയിലായിരുന്നപ്പം ഞാനിങ്ങനെ ആശുപത്രിയിലൊക്കെ ഈ പേഷ്യൻസിനൊക്കെ ഇയാറിന്ന് വന്ന് അഡ്മിറ്റ് ചെയ്യാൻ ചെല്ലുമ്പം അമ്മച്ചിമാർ എന്നോട് ചോദിക്കും, ഞാൻ പറയും, ഓ ആം ഡോക്ടർ, കല്യാണത്തിന് മുമ്പ് ഡോക്ടർ മൂലംകുന്നം. ഉടനെ ഒരു അമ്മച്ചി എന്നോട് ചോദിച്ചു, സ്വീറ്റ് ഹാർട്ട്, ആർ യു ഓൾഡ് ഇനഫ് ടു ബി എ ഡോക്ടർ? So, they were very sweet to me. I always had great rapport with the elderly. So what I want to tell you guys, people who are on the older spectrum, is first, change the way you look at aging. പലർക്കും ഒരു ചിന്ത എൻ്റെ ജീവിതം അവസാനിച്ചു എന്നാണ്. പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്തൊരു തുടക്കമെന്ന് വിചാരിക്കണം. This is the beginning of my next chapter. So I would like for you guys to change that viewpoint. Because if you feel that, yes, my story is not ending and this is just the beginning of a next chapter, then there are possibilities. So what's really interesting is
researchers have done studies about the super agers. So super agers are people who are over 100. And there are 5 parts of the world, what we call blue zones, that they've noticed they have the highest concentration of super agers, people over the age of 100. And there are 5 things that researchers have noted about this group of people. Number 1, they mainly have a plant-based diet. ഞാനൊക്കെ നാട്ടിൽ വളരുമ്പം അവിടെ കഴിച്ചുകൊണ്ടിരുന്നത് കപ്പ, കാച്ചില്, അതെല്ലാമായിരുന്നു, മാങ്ങ. അന്നേരം നമ്മൾ അതിലൂടെ ഓടി നടക്കുമ്പോൾ എല്ലാം വെല്ലുമിച്ച് ഇതൊക്കെ ഉണ്ടാക്കി നമുക്ക് വെച്ചിരിക്കുന്നത്. അന്നേരം നമുക്ക് ഇത് വലിയ ഫാൻസി ആയിട്ട് തോന്നുന്നില്ല, പക്ഷെ അതാണ് ഏറ്റവും ഹെൽത്തിയസ്റ്റ്, പ്ലാന്റ് ബേസ്ഡ്. Okay, so increase the fruits and vegetables in your diet. Next, number 2 thing is they ate moderately. They did not eat until they were 100% full. They stopped eating when they were 80% full. So that's the second thing they've noticed. Third thing they've noticed, that exercise was a regular part of their life. And that exercise എന്ന് പറയുമ്പോൾ ചിലർ ഓർക്കും ഇതെന്നെ ഞാൻ മാരത്തോൺ വല്ലതും ഓടാൻ പോടണോ? No, you don't have to run a marathon. ഞാൻ എൻ്റെ ഒരു പേഷ്യന്റിനോട് പറഞ്ഞു, oh, Mr. Smith, you really have to exercise. പുള്ളിയുടെ റൂട്ടീൻ എന്നു വെച്ചാൽ he watches TV all day on his recliner and drinks Pepsi all day. So ഞാൻ പറഞ്ഞു, you really have to move more, you have to exercise. ഉടനെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, Doc, I'm 82 years old. What do you want me to do, run a marathon? ഞാൻ പറഞ്ഞു, no, I don't want you to run a marathon, but I do want you to get up and move more. Okay, cut down on the Pepsi. About every hour or 2 hours, use your walker and walk back and forth inside your house. That's what we're talking about. But you have to move your body every day. Number 4 is social connections. Pidavu പറഞ്ഞ പോലെ social connections are extremely important. We human beings are social beings. We have to have human connections. And that starts with the family, in the community, in the larger world. So I always tell my patients, പലരും അവർ ചെയ്യുന്നത്, അവർ റിട്ടയർ ചെയ്തിട്ട് അവർ പെരക്കകത്ത് ഇങ്ങനെ ഇരിക്കും, രാവിലെ എഴുന്നേറ്റ് വല്ലതൊക്കെ കഴിച്ചിട്ട് ടി വിയും കണ്ടുകൊണ്ടിരിക്കും. I'm like, do you go to church? Do you go to the park? Do you go grocery shopping? Do you go to the library? No, we just sit at home. No, I said, no, you cannot. This is part of your therapeutic plan. You have to get out. ചിലർക്ക് ബുദ്ധിമുട്ടാണ്, ശരിയാണ്, അവർക്ക് വാക്കറുണ്ട്, അവർക്ക് കെയിനുണ്ട്. I said, that's okay. Do it slowly. But you have to get out of the house. You have to see the green. You have to see the trees. You have to see the sun. Shuddhavayu shvasikkanam. You have to see other human beings. Even studies have shown that even, what we call little social contact, even talking to the person at the checkout counter, hi, how are you? Have a good day. Or just saying hi to somebody, your neighbor, hi, how are things going? That has great impact on person's mental health. Last thing, number 5, that they noticed is a sense of purpose. പലരും ചെയ്യുന്നത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് they feel like they have nothing else. But that is not true. Just because you stopped working doesn't mean you have nothing else to do. You find out, pick something you always wanted to do in your life. Maybe you wanted to do poetry. Maybe you wanted to do painting. Taiyele. Maybe you wanted to plant a garden. Maybe you wanted to start a business. Always have a purpose in your life. So those are the 5 things that I would recommend that you do for healthy aging. Thank you, Dr. Elizabeth Simon. We often think of the aging as something that happens to us. In reality, many of the choices we make today shape the quality of our lives tomorrow. That is exactly what Dr. Simon just said. 5 tips. If you don't remember what are they, she will be available outside after the panel discussion. Next, I would like to ask Dr. Jairaj Alapat a question. We call him lovingly Jay. So I'm going to call him Jay from now on. Jay, physical health is only one part of the picture. You always maintain a very disciplined lifestyle, as we see, because we have known him for years in Chicago. Despite a demanding professional career, how do mindfulness, meditation, yoga,
And lifelong learning helps us remain emotionally resilient and mentally sharp throughout life. Thank you, Bina, for this introduction. And I want to thank you all for coming today. So I just start with a small story from what Pidav has mentioned. Aging or experiencing is not years lost. It is something made. So the story is the story of a cracked pot. So there is a water bear. He carries water on his shoulders, 2 pots. One was perfect. The other one was had a crack. So while he's carrying the water, the cracked pot always thought, oh, I am a loser. I lost everything. Then he started complaining to the carrier. Then the carrier looked at the pot and said, don't you see all the flowers blossoming on the side? Those are the flowers you watered, and I knew you are going to water it. So you can imagine, it is not the lost water. It is the flowers blossomed. So I stop it there. Now, people think aging is basically adding years to life. But I consider aging is adding life to years. And people, when they think about aging, we always think it is about the body. We get wrinkles, we lose hair, we lose mobility. But that's only part of that. And the medicine has done pretty good job in reversing and addressing a lot of the challenges. There is equally important dimension of aging is mind and the soul. And Pidav will talk about the spiritual part, the soul part. But I want to talk a little bit about the mindfulness. How can we deal with the mind? It's a very complicated thing. So I consider a few things, like Liti said, there are many things we can do. I boiled down to a few points you can follow, everybody can follow in the process of aging well, living better. It is about the health span. It's not about the lifespan I'm talking about, health span. What we do? Number 1, mindfulness. So when you talk about mindfulness, people think mind full of things. No, it's mindful. Being mindful and the present. So human nature, we are designed and developed our brain in such a way, we always think about, regret about what we did in the past. Oh, I would have done this differently. We always think about it. And you always worry about the future. What is the result? A perfect present is spoiled. So what we need to do is understand and live in the present. So when I say live in the present, we can train our brain and body to do that. For example, if you are eating grapes, understand the sweetness, the sour, the tannin, the texture, the water, everything there. That's how we inculcate mindfulness in our life. Now, number 2, we can start mindfulness by just closing your eyes and listening to your breath. So that is another way we can understand how our chest moves, or the sound of the music of your breath, etc. So mindfulness, number 1. Number 2, prayer and meditation. How can we do the meditation? Most of people don't know how to do the meditation. But meditation need not be the transcendental meditation, what people say. We can just sit and listen. Our rosary is a meditation. We can do meditation while walking. And one of the things I do the meditation, what you call the gratitude meditation. I can talk a little bit about later. Now, what is the benefits of meditation? Meditation shut down the production of unnecessary enzymes in your body. It improves your immunity, number 1. And it rewires our brain and improves our cognition. And the third one is, it relaxes us, it produces serotonin, those kind of things. And the third one I would suggest is exercise. Titi mentioned exercise. I'm talking about the mindful movement. So when I say yoga, yoga where we combine the mind, the body, and the soul. To give an example, in yoga we normally say there is a pose called tree pose. So when you do the tree pose, we are standing on one leg. What does that mean to you? It strengthens your body on one side. When you do the other side, you strengthen the other body. But at the same time, it connects or strengthens the opposite side of your brain. It improves neuromuscular coordination. So mindful movement, yoga, is important for improving neuromuscular coordination. What happens when you do the meditation and the yoga? It relaxes you down. And the fourth one I will suggest to use the learning process. Be a lifelong learner.
Be curious. So I will tell again a story. It's not a story, it's an event. When I used to live in Naperville, I used to go to IPSD 24, Indian Prairie School District 204. So the thing I go there and do is, I tell the teachers, okay, let's get all the children to the cafeteria and show them scientific experiments. So the teachers will gather all the students from the neighboring schools, and there will be hundreds of students in the cafeteria. When I do that analysis of the test and showing them some experiments, and I ask the kids, do you have any questions? You have 200 hands in the air. Now, later, I go to the high school, ask the same question. Not even 20% of the people raise their hands. If I ask the same question in the college, maybe 1 or 2% will raise their hands. So what I'm saying is, we lose our curiosity, our power to inquiry, we lose. We don't lose that one. A curious mind is the beginning of a strong heart. That's what I believe. Now, as Tiji mentioned, the last point I would mention is live with a purpose. Every time when you get up in the morning, imagine the purpose beyond who you are. Purpose is the way that gives the meaning to every stages in your life. If you follow those things, I'm sure you will add more life to our age. And we can live better than longer. Thank you. Thank you, Jairaj. If one sentence, if you ask what I took out of that, it will be adding life to the age, not the other way around. How can spiritual practices help navigate the emotional challenges and strengthen our overall well-being? A lazy mind is the toolbox of the Satan. You have to get engaged. You can be engaged in different ways. So mom was saying, she was coming from 10 o'clock, 3 masses. That was a fantasy for her. 3 masses. Adoration center, rosary, calling the friends, visiting the sick. Very often we make our life a tool room of a lazy man. We have a lot of tools, but a lazy man has no purpose for the tools. You shall not be a toolbox of a lazy man. You have a lot of possibilities. Lot of possibilities. Sometimes I think this digital world has opened new horizons. New horizons. So, we can do a lot. Connectivity, continuity, and exchange of our views. So, I would like to request you that an elderly man or senior citizen is not a toolbox of devil. It's a toolbox of angels. You have a lot of possibility, make use of it. So let us make that promise today. We won't make that toolbox of Satan, right? Devil. So keep that in mind and be energetic and use the spiritual practices that you practice, which are comfortable for you going forward. Thank you again, Pidave. There are so many misconceptions about health and aging. What are some of those and how can we overcome? The first thing that I have to tell you guys about learning about health in the modern age is that there's a lot of information out on the internet about health, right? But I have to warn you, many of those are not good sources. So when you're, trying to learn about, let's say you have a certain condition, always go to a very reputed source. Like the Mayo Clinic is one of the best sources. So if you want to learn about a certain medical condition, that's a great, a place for you to learn more about it. That's what I would say, is make sure you talk to reputed persons or find information from reputed sources. I know we are all hesitant at some point to get those preventive practices, one or the other.
Can you just go on like in 2 to 3 sentences? How Yes. can we get? I have noted that patients in general, especially Malayalis, they don't want to go to the doctor. The only time people go is if they're really, really sick. And even then, especially in preventive medicine, like mammograms, pap smears, colonoscopies, we are very, very behind. And what I tell patients is, we have a saying that we say in medicine, an ounce of prevention is worth more than a pound of cure. So the reason we talk about screening, whether that be pap smears or mammograms or colonoscopies, is because we want to detect things early. And your doctor is not there to scare you. They are your friend. Okay, they are there to help you. So so if I have to tell you one thing, is make sure you go to your doctor at least once a year. If you have been completely healthy for a year, that's wonderful. But you know what? Around the time of your birthday, go see your doctor, get a preventive physical. Because that is a point the doctor is going to talk to you about how is your diet? How are you exercising? How is your sleep? And then, a great time to talk about screenings. So if the one thing takeaway that I would tell you guys is make sure you visit your doctor at the minimum once a year. Thank you. So make it a promise. After you leave the convention, I will give you 2 days to rest. Start calling your doctor and see what needs to be done. Promise? Yes. Okay. Dr. J, you often speak about lifelong learning and reading. How does intellectual growth and refinement of thought contribute to aging gracefully? In few sentences. Thank you. Sure. Our brain is one of the most adaptable organ in your body. So the moment you challenge, you feed more information, it always develops. And reading new things, that gives you the ability to think differently. You have a different perspective on communication. That's number one. Number two, it improves your critical thinking. Not only reading, if you pick up a new hobby, if you start learning a new language, that also will keep your brain sharper. That's what I think. So one of the things I started doing recently, which you can talk to Bindu when you see next time, listening. Listening is a great learning tool. What I would say is, every day when Bindu comes home, Bindu is my wife, when she comes home, she comes with the 101 problems to be solved. So we go for a walk in the evening. So she downloads all these things. The only thing I do is just give my 2 ears. That's it. Don't respond. And even if I respond, that will lead to some arguments and so on. So I don't respond. So what happens in that process is she is able to articulate what were in her mind properly. She is finding solutions herself. So what I'm doing is I am giving a space for to grow. That's number one. Number two, when I listen to that problems, I am finding some solution myself. I'm learning. So it's just not only reading, listening to your spouse, listening to your friends. That develops that compassion. That is another way to learn yourself and improve yourself and strengthen your mind. Keep you sharp. Thank you, Jay. So moving on to the lightning round. You will see what that is. If there is one habit every person here should begin this week to age more gracefully, what would it be? Vidave, what will you say? Only one thing. It's very difficult. I consider the best part of our life to think about positivity, not negativity. We are very much tempted to tell bad things. Mother is bad, father is bad, the parish priest is too bad, the sacristy is the worst. No. Tell something good. The positive, that from you comes the positive energy. And I think that is the best thing. And that will give you a long life. I am not a doctor, and I have a feeling that
a lot of people have illness because their heart and their sentiments are totally ill. Totally ill. If you start with negativity, you will end up in negativity worst. So positivity. Be. There are a lot of bad things or negative things. You are not the municipal waste collector. So sometimes we take up the work of the waste collector of the corporation. No. We can take carriers of the best thing. Thank you. Thank you, Pidave. That is an excellent advice. How about one health habit? Well, as I mentioned, go to your doctor at least once a year. I know I'm doing two things. But again, as I mentioned before, change that thing in your mind, just that big change. You know, when I was approaching middle age, I was feeling a little sad. You know, just, my goodness, I'm going to be the other side of 50. Wow, that's a big change. And then I thought about it. And then I thought, my God, I am lucky. I got to be this age. God let me be this age. Because there were many people who weren't lucky enough to be this age. And then I decided, I'm going to live the best life that I can be. That age is not going to limit who I am. I'm going to decide how I live my life. So I would ask you to change your thinking. Thank you. Dr. J, one mindfulness or lifestyle habit. I will just build on what Pidau said. The life of gratitude. Lead a life of gratitude. That's I practice. I told you before, I do what you call gratitude meditation. If anybody wants to know how to do the gratitude meditation, I can tell you. I'll be here till tomorrow morning. So this is what happens. Gratitude, when you do that, people have done research on that. Simon is sitting here. He knows better than me on this neuroscience of the gratitude or whatever. So when you do practice gratitude at least few minutes in a day, what scientists found was it improves the executive functions. The prefrontal cortex of your brain is improved. What does that mean is your executive function is improved. And they found the rewarding enzymes, dopamine, is produced more in your body. So dopamine is the one which is a rewarding enzyme that's produced in your body. So it increases the production of dopamine. That's really good. It increases the production of serotonin. So what does that mean? It helps you to relax. So when you relax, you get rid of all these your diseases and problems and improve your immunity. That's number one. Number two, when you do the gratitude meditation, gratitude in your life, it creates friendship. It'll build relationships. It creates more oxytocin. It increases our love relationships. It increases that. And the third one is when you do gratitude, practice gratitude in your life, you become more compassionate. You will see the person who's sitting near to you. I never imagined I'll be sitting near to you today. It happened a few weeks ago when Bina called me and organized this meeting. I have that gratitude to that. Let us have that feeling or the emotion of gratitude. It creates empathy. It creates compassion. It helps you to relax. It improves your executive function. Now, I just close with a final thought. One of the brain researchers, Raymond Emmons, he said, gratitude does not change the scenery. What it does is, it cleans the glass you are seeing the world. It does not change the scenery. It just clean. So what happens is, it will not show you all the time the problems. It shows you the good things embedded among the problems. It rewires your brain. You will become very positive. If you practice 5 minutes gratitude meditation, just close your eyes and think about the good things happening in your life. That will change your life, I think. Thank you very much. Thank you. We are coming to the closing. So we have learned a lot today, but they all had a lot of knowledge and they had more to talk if I have given them more time.
and we have time constraints as well. Pida has to get to another meeting. So let us practice positivity, connectivity, gratitude, and best lifestyle practices. And I would like to invite Nibu over. So thank you all. So Nibu's here to express the words of gratitude, practicing gratitude. Thank you all. Before we conclude, I would like to extend our sincere thanks to Tattal Pidavu for his presence, blessings, and encouragement. A heartfelt thank you to our moderator, Dr. Bina, for guiding today's discussion so thoughtfully, and also to your panelists, Dr. Jay and Dr. Elizabeth, for sharing their valuable experiences and insights on aging with grace. Thank you to everyone who joined us today. Let us give Tattal Pidavu, our moderator and panelist, a warm round of applause. Thank you all.